നായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. എല്ലാ സുഹൃത്തുക്കൾക്കും എന്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥ ദ്വിഷഷ്ഠി തമോധ്യായഃ 162 അധ്യായത്തിലെ 18 മുതലുള്ള ശ്ലോകങ്ങളാണ് നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ടത്. ബാണന്റെ പുത്രിയായ ഉഷ സ്വപ്നത്തിൽ കണ്ട പുരുഷനെ ആഗ്രഹിച്ചു. പക്ഷെ ആരാണെന്ന് അറിയില്ല. ചിത്രലേഖ ചിത്രങ്ങൾ വരച്ച് കാണിച്ച് ഇതിലേതാണെന്ന് ചോദിച്ചു. അപ്പോൾ മനസ്സിലായി പ്രത്യുമ്നന്റെ പുത്രനായ അനിരുദ്ധനായിരുന്നു അത്. ഉടനെ തന്നെ ചിത്രലേഖ തന്റെ യോഗസിദ്ധി കൊണ്ട് അനിരുദ്ധനെ ഉഷയുടെ അന്തഃപുരത്തിൽ എത്തിച്ചു. അവർ രഹസ്യമായി അന്തഃപുരത്തിൽ കഴിഞ്ഞു. എങ്ങനെയോ കാവൽക്കാർ ഇതറിഞ്ഞ് ബാണനെ വിവരമറിയിച്ചു. ബാണൻ ഭടന്മാരുമായി വന്ന് അനിരുദ്ധനോട് യുദ്ധം ചെയ്തു. അനിരുദ്ധൻ ഉലക്ക കൊണ്ട് അവരെയൊക്കെ അടിച്ചു. ഉടനെ തന്നെ ബാണൻ നാഗപാശം കൊണ്ട് അനിരുദ്ധനെ കെട്ടി. ഉഷ വളരെയധികം ദുഃഖിക്കുകയും ചെയ്തു. ഇത്രയും ഭാഗമാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 18. ചിത്രലേഖോവാചാം വ്യസനം തേ അപകർഷാമി ത്രിലോക്യാമിതി ഭാവ്യതേ താം ആനേഷ്യേ നരം യസ്തേ മനോഹർത്താ താം ആദിശാം. വ്യസനം തേ അപകർഷാമി ത്രിലോക്യാം യതി ഭാവ്യതേ തം ആനേഷ്യേ നരം യഹാ തേ മനോഹർത്ത തം ആദിശ. വ്യസനം തേ അപകർഷാമി ത്രിലോക്യാം 3 ലോകങ്ങളിലും യതി ഭാവ്യസെ ഉണ്ടെങ്കിൽ തം നരം ആ മനുഷ്യനെ ആനേഷെ കൊണ്ടുവരുന്നേ. അപ്പോ ചിത്രലേഖ പറഞ്ഞു, ആ നീ സ്നേഹിക്കുന്ന പുരുഷൻ ഏത് ലോകത്തിൽ ഉണ്ടെങ്കിലും ഞാൻ കൊണ്ടുവരും. തേ വ്യസനം നിന്റെ വ്യസനത്തെ അപകർഷാമി ഞാൻ ഇല്ലാതെ ആക്കും. തേ നിന്റെ മനോഹർത്ത മനസ്സിനെ ഹരിച്ചവൻ യഹ യാതൊരുത്തനോ തം അവനെ ആദിശ പറഞ്ഞാലും. അപ്പൊ നിന്റെ മനസ്സിനെ ഹരിച്ചവൻ ആരാണ് നീ പറഞ്ഞു തന്നാലും ഏത് ലോകത്തിലായാലും 3 ലോകത്തിൽ എവിടെയുണ്ടെങ്കിലും ഞാൻ കൊണ്ടുവന്ന് നിന്റെ അടുത്ത് ആക്കിത്തരും എന്ന് പറയുകയാണ്. ചിത്രലേഖ വാച വ്യസനം തേ അപകർഷാമി ത്രിലോക്യാം യതി ഭാവ്യതേ തം ആനേഷ്യേ നരം യസ്തേ മനോഹർത്താ തം ആദിശാം. ശ്ലോകം 19. ഇത്യുക്താ ദേവഗന്ധർവ സിദ്ധചാരണ പന്നകാൻ ദൈത്യവിദ്യാധരാനക്ഷാൻ മനുജാംശ്ച യഥാലിഖത്. ഇതി ഉക്ത ഇപ്രകാരം പറഞ്ഞിട്ട് ചിത്രലേഖ ഓരോരുത്തരുടെ പടം വരച്ച് കാണിച്ച് ഉഷയോട് ചോദിച്ചു, ഇതാണോ എന്ന് ചോദിച്ചു. ആരുടെയൊക്കെ പടം വരച്ചു? ദേവന്മാര്, ഗന്ധർവന്മാര്, സിദ്ധന്മാര്, ചാരണന്മാര്, പന്നകങ്ങൾ ഇവരെയും ദൈത്യന്മാരെയും വിദ്യാധരന്മാരെയും യക്ഷന്മാരെയും മനുഷ്യരെയും യഥാ അലിഖത് ശരിയായിട്ട് വരച്ച് കാണിച്ചു കൊടുത്തു. അപ്പൊ ആരാണെന്ന് അറിഞ്ഞുകൂടല്ലോ. അപ്പോ അവർ സുന്ദരനാണെന്നൊക്കെ അറിയാം, മഞ്ഞപ്പെട്ട് കൊടുത്തെന്നൊക്കെ അറിയാം. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ ആ പറഞ്ഞതനുസരിച്ച് ദേവന്മാരുടെയും ഗന്ധർവന്മാരുടെയും ഒക്കെ പടം വരച്ച് കാണിച്ച് ഇതാണോ എന്ന് ചോദിച്ചു. അപ്പൊ അതൊന്നും അല്ല. ഇത്യുക്താ ദേവഗന്ധർവ സിദ്ധചാരണ പന്നകാൻ ദൈത്യവിദ്യാധരാനക്ഷാൻ മനുജാംശ്ച യഥാലിഖത്. ശ്ലോകം 20. മനുജേഷു ചാസാ വൃഷ്ണി
ശൂരമാനകദുന്ദുഭീ വ്യലിഖത് രാമകൃഷ്ണൗ ച പ്രത്യുമ്നം വീക്ഷ്യ ലജ്ജിതാം. മനുജേഷു ച സാ അവൾ മനുജേഷു മനുഷ്യരിൽ, ദേവന്മാരെയും ഗന്ധർവന്മാരെയൊക്കെ വരച്ചിട്ട് അടുത്ത് മനുഷ്യരെ വരച്ചു. മനുഷ്യരിൽ വൃഷ്ണികളെയും ശൂരനെയും ആനകദുന്ദുഭി വസുദേവനെയും രാമകൃഷ്ണ ബലരാമനെയും കൃഷ്ണനെയും പ്രത്യുമ്നെയും വ്യലിഖിത് ചിത്രം വരച്ച് കാണിച്ചു. പ്രത്യുമ്നെ വീക്ഷ്യ കണ്ടിട്ട് ലജ്ജയോടുകൂടിയവളായി ഭവിച്ചു. ഇപ്പൊ പ്രത്യുമ്നെ കണ്ടപ്പോൾ ഏകദേശം അതേപോലെ സാദൃശ്യം തോന്നി, അവളൊന്ന് ലജ്ജിച്ചു. മനുജേഷു സാ വൃഷ്ണീൻ ശൂരമാനകദുന്ദുഭീം വ്യലിഖത് രാമകൃഷ്ണൗ ച പ്രത്യുമ്നം വീക്ഷ്യ ലജ്ജിതാം. ശ്ലോകം 21. അനിരുദ്ധം വിലിഖിതം വീക്ഷ്യോ ഉഷാ വാങ്മുഖീ ഹ്രിയാം അസാവിധി പ്രാഗ സ്മയമാന മഹീപതേ. അനിരുദ്ധം വിലിഖിതം വീക്ഷ്യ ഉഷാ വാങ്മുഖീ ഹ്രിയാം സഹ അസൗ ഇതി പ്രാഗ സ്മയമാന മഹീപതേ. വിലിഖിതം വരയ്ക്കപ്പെട്ട അനിരുദ്ധ. അപ്പോ പ്രത്യുമ്നെ കണ്ടപ്പോ ഒരു സാദൃശ്യം തോന്നിയപ്പോ അടുത്ത് ആരെ വരച്ചു? അനിരുദ്ധനെ വരച്ചു. വരയ്ക്കപ്പെട്ട അനിരുദ്ധനെ വീക്ഷ കണ്ടിട്ട് ഉഷാ ക്രിയ ലജ്ജ കൊണ്ട് അവാങ്മുഖി താഴ്ത്തിയ മുഖത്തോടു കൂടിയവളായി മഹീപതേ ഹേ രാജാവേ സഹ അവൻ അസൗ ഇത് ഇവൻ തന്നെ. അപ്പൊ പ്രത്യുമ്നെ കണ്ടപ്പോ ചെറുതായിട്ട് ഒരു ലജ്ജ, അടുത്ത അനിരുദ്ധനെ വരച്ചപ്പോ ലജ്ജിച്ച് ഇവൻ തന്നെ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. സ്മയമാനം പുഞ്ചിരിച്ചുകൊണ്ട് പ്രാഹ പറഞ്ഞു. അനിരുദ്ധം വിലിഖിതം വീക്ഷ്യ ഉഷാവാങ്മുഖീ ഹ്രിയാം സോസാവസാവിധി പ്രാഹ സ്മയമാന മഹീപതേ. ശ്ലോകം 22. ചിത്രലേഖ തമാജ്ഞായാം പൗത്രം കൃഷ്ണസ്യ യോഗിനി യയോ വിഹായ സാ രാജൻ ദ്വാരകാം കൃഷ്ണപാലിതം. ചിത്രലേഖ തം ആജ്ഞായ പൗത്രം കൃഷ്ണസ്യ യോഗിനി യോഗസിദ്ധിയുള്ള ചിത്രലേഖ. അപ്പൊ ചിത്രലേഖയ്ക്ക് യോഗസിദ്ധികളൊക്കെ ഉണ്ട്. അതായത് അഷ്ടാദശ സിദ്ധികളൊക്കെ ഉണ്ട്. ഇപ്പോ യോഗാഭ്യാസമൊക്കെ ചെയ്യുന്നവർക്ക് അഷ്ടാദശ സിദ്ധികളൊക്കെ കിട്ടും. അപ്പൊ അഷ്ടസിദ്ധികൾ എന്ന് പറയുമ്പോൾ മഹിമ, ഗരിമ, അണിമ, ലഘിമ, പ്രാപ്തി, പ്രാഗാമ്യം, ഈശുത്വം, വശുത്വം, പിന്നെ ആകാശഗമനം, പരകായ പ്രവേശം, ദൂരക്കാഴ്ച, ഇങ്ങനെയുള്ളതൊക്കെ കാണും. അപ്പൊ ഇങ്ങനെയുള്ള ചിത്രലേഖയ്ക്ക് ആകാശഗമനമൊക്കെ അറിയാം. യോഗസിദ്ധിയുള്ള ചിത്രലേഖ അവനെ കൃഷ്ണന്റെ പൗത്രനാണെന്ന് ആജ്ഞായ അറിഞ്ഞിട്ട് രാജൻ ഹേ രാജാവേ കൃഷ്ണപാലിത കൃഷ്ണനാൽ രക്ഷിക്കപ്പെടുന്ന ദ്വാരകയെ വിഹായസ ആകാശത്തിൽ കൂടി യയോ യാനം ചെയ്തു. അപ്പൊ ആകാശഗമനം സിദ്ധികളുള്ളവർക്കൊക്കെ പറ്റുന്നതാണ്. അപ്പൊ അങ്ങനെ ആകാശത്തൂടെ സഞ്ചരിച്ച് കൃഷ്ണന്റെ ദ്വാരകയിലെത്തിയാണ് ചിത്രലേഖ തമാജ്ഞായ പൗത്രം കൃഷ്ണസ്യ യോഗിനി യയോ വിഹായ സാ രാജൻ ദ്വാരകാം കൃഷ്ണപാലിതാം. ശ്ലോകം 23. തത്ര സുപ്തം സുപര്യംഗേ പ്രാത്യുപ്നിം യോഗമാസ്ഥിത ഗൃഹീത്വാ ശോണിതപുരം സഖ്യൈ പ്രിയം അദർശയത്. തത്ര അവിടെ സുപര്യംഗേ, അതായത് ചിത്രലേഖ ആകാശമാർഗം ഇവിടെ പോയി ദ്വാരകയിലെത്തി. അവിടെ സുപര്യംഗേ ശോഭനമായ മഞ്ചത്തിൽ സുപ്തം ഉറങ്ങിക്കിടന്ന പ്രാത്യുപ്നിം എന്ന് പറഞ്ഞാൽ പ്രത്യുമ്നപുത്രൻ അനിരുദ്ധനെ യോഗത്തെ ആസ്ഥിത അംഗീകരിച്ച അവൾ ഗൃഹീത്വ. അപ്പൊ യോഗത്താൽ അവനെ അവിടുന്ന് എടുത്ത് ശോണിതപുരം ബാണപുരിയെ പ്രാപിച്ചിട്ട് സഖിക്കായിക്കൊണ്ട് പ്രിയനെ അദർശയെ കാട്ടിക്കൊടുത്തു. അപ്പൊ ദ്വാരകയിൽ രാജധാനിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന അനിരുദ്ധനെ തന്റെ യോഗശുദ്ധി കൊണ്ട് എടുത്ത് ബാണപുരിയിൽ പ്രവേശിപ്പിച്ചു. തന്റെ സഖിയായ ഉഷയ്ക്ക് അവളുടെ ആ ഇഷ്ട പുരുഷനെ കാട്ടിക്കൊടുത്തു. തത്ര സുപ്തം സുപര്യംഗേ പ്രാത്യുമ്നിം യോഗമാസ്ഥിത
ഗൃഹീത്വാ ശോണിതപുരം സഖ്യൈ പ്രിയമദർശയത്. ശ്ലോകം 24. സാചാതം സുന്ദരവരം വിലോക്യമുദിദാനന ദുഷ്പ്രേക്ഷ്യേ സ്വഗൃഹേ പുംഭി രേമേ പ്രാതുമ്നിനാ സമം. സാ ച തം സുന്ദരവരം, സാ ച അവളും, സുന്ദരവരം അതിസുന്ദരനായിരിക്കുന്ന തം അവനെ വിലോക്യ കണ്ടിട്ട്, അതായത് ഉഷ അവനെ കണ്ടിട്ട് മുദിദാനന സന്തോഷിച്ച മുഖത്തോടു കൂടിയവളായി, പുംഭി പുരുഷന്മാരാൽ ദുഷ്പ്രേക്ഷ്യയെ കാണപ്പെടാൻ കഴിയാത്ത സ്വഗൃഹെ സ്വന്തം ഭവനത്തിൽ പ്രാത്യുപ്നിനാസമം പ്രത്യുപ്നപുത്രനോടുകൂടി രേമയെ രമിച്ചു. അപ്പൊ അങ്ങനെ കൊട്ടാരത്തിൽ ആരും കാണാത്ത ഒരു സ്ഥലത്ത് അന്തപുരത്തില് അനിരുദ്ധനോട് ചേർന്ന് അവൾ രമിച്ച് അങ്ങനെ കഴിഞ്ഞു. പക്ഷെ ഈ അനിരുദ്ധന് രഹസ്യമായിട്ട് അന്തപുരത്തിൽ കഴിയുകയാണ്. സാചാതം സുന്ദരവരം വിലോക്യമുദിദാനന ദുഷ്പ്രേക്ഷ്യേ സ്വഗൃഹേ പുംഭി രേമേ പ്രാത്യുപ്നിനാ സമം. ശ്ലോകം 25. പരാർത്ഥ്യാവാസ സഗന്ധ തൂപദീപാസനാദിഭി പാനഭോജന ഭക്ഷ്യൈശ്ച വാക്യൈ ശുശ്രൂഷയാർച്ചിതാം. പരാർത്ഥ്യ വാസ ഷഗ് ഗന്ധ ധൂപ ദീപാസനാദി. പരാർത്ഥ്യ വാസ ശ്രേഷ്ഠങ്ങളായ വസ്ത്രം, ചന്ദനം, ധൂപം, ദീപം, ആസനം ഇവ കൊണ്ടും പാനഭോജന ഭക്ഷി കുടിക്കാൻ ജലം, ഭക്ഷിക്കാനുള്ള അന്നം, മറ്റു ഭക്ഷണ പദാർത്ഥം കൊണ്ടും വാക്യിച്ച വാക്യങ്ങൾ കൊണ്ടും ശുശ്രൂഷ കൊണ്ടും അർച്ചിത പൂജിക്കപ്പെട്ടു. അപ്പൊ രഹസ്യമായി അനിരുദ്ധനെ കൊട്ടാരത്തിൽ പാർപ്പിച്ചിട്ട് നല്ല പട്ടുവസ്ത്രം, വിശേഷമായ പൂക്കൾ കൊണ്ട് കെട്ടിയ മാലകള്, പിന്നെ കുറിക്കൂട്ടുകൾ ദേഹത്ത് പൂശി കൊടുക്കുക, ശയനമുറിയില് അകരു തുടങ്ങിയ ങ്ങളൊക്കെ പുകച്ചും ഭദ്രദീപം കൊളുത്തിയും നല്ല ആഹാരങ്ങളൊക്കെ കൊടുത്ത് നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് ആനന്ദിപ്പിച്ച് ശുശ്രൂഷകൾ ചെയ്ത് ഉഷ അനിരുദ്ധനെ ആരാധിച്ചു. പരാർത്ഥ്യവാസഗന്ധ ധൂപദീപാസനാദിഭി പാനഭോജന ഭക്ഷ്യൈശ്ച വാക്യൈ ശുശ്രൂഷയാർച്ചിതാം. ശ്ലോകം 26. ഊഢകന്യാപുരേ ശശ്വത് പ്രവൃത്തസ്നേഹയാതയാ നാർഹർ ഗണാൻ സ ബുബുദ്ധേ ഉഷയാ അപഹൃതേന്ദ്രിയാം. ഊഢഃ കന്യാപുരേ ശശ്വത് പ്രവൃത്ത സ്നേഹയാ തയ. ശശ്വത് എപ്പോഴും പ്രവൃത്ത സ്നേഹയാ ഏറ്റവും വർദ്ധിച്ച സ്നേഹത്തോടു കൂടിയതായ തയാ ഉഷ ഉഷയാൽ കന്യാപുരി അന്തപുരത്തിൽ ഗൂഢം രക്ഷിക്കപ്പെട്ട, ഗൂഢ എന്ന് വെച്ചാൽ മറയ്ക്കപ്പെട്ട, ഒളിച്ചു താമസിപ്പിക്കപ്പെട്ട സഖ അവൻ അപഹൃതേന്ദ്രിയ അപഹരിക്കപ്പെട്ട ഇന്ദ്രിയത്തോട് കൂടിയവനായിട്ട് അഗർഹണാൻ ദിവസ സമൂഹങ്ങളെ ഞാൻ മുബുദെ അറിഞ്ഞില്ല. അപ്പോൾ ഉഷയുടെ ഈ സൽക്കാരമൊക്കെ ആ സ്നേഹവും ഒക്കെ അനുഭവിച്ച് അനിരുദ്ധൻ ദിവസങ്ങൾ പോയതേ അറിഞ്ഞതില്ല. ഗൂഢകന്യാപുരേ ശശ്വത് പ്രവൃത്ത സ്നേഹയാതയാ നാർഹഗണാൻ സ ബുബുദേ ഉഷയാപഹൃത ഹൃദതേന്ദ്രിയകാം. ശ്ലോകം 27. താം തഥാ യദുവീരേണ പൂജ്യമാനാം ഹതവൃതാം ഹേതുഭിർലക്ഷയാം ശക്രൂർ ആപ്രീതാം ദുരവച്ഛതൈഹി. താം തഥാ യദുവീരേണ തഥാ അപ്രകാരം യദുവീരേണ യദുശ്രേഷ്ഠന്മാരാൽ പൂജ്യമാന അനുഭവിക്കപ്പെട്ടുകൊണ്ടിരുന്നവളും ആപ്രീതാം ഏറ്റവും സന്തുഷ്ടയും ഹതവ്രതാം ഹനിക്കപ്പെട്ട വ്രതത്തോടു കൂടിയവളുമായ താം അവളെ ദുരവച്ഛതകൈ മറയ്ക്കുവാൻ കഴിയാത്തവയായ ഹേതുബി ലക്ഷണങ്ങളെ കൊണ്ട് ലക്ഷയാ ചക്രു അറിഞ്ഞു. അപ്പോ കുറെ ദിവസമൊക്കെ ഒളിപ്പിച്ചൊക്കെ താമസിപ്പിച്ചു. അപ്പോ ആ ഉഷയ്ക്കുള്ള മാറ്റം കാവൽക്കാരായ ഭടന്മാർ കണ്ടുപിടിച്ചു. ഉഷയുടെ കന്യാവ്രതം എന്തോ നശിച്ചുപോയി
എന്ന് അവർക്ക് തോന്നി. രഹസ്യമായിട്ട് ആരോ ഇവിടെ കഴിയുന്നുണ്ട് എന്ന് ഭടന്മാർക്ക് തോന്നി. താം തഥായത് വീരേണ പൂജ്യമാനാം ഹതാവൃതാം ഹേതുബിർലക്ഷയാ ചക്രൂർ ആ പ്രീതാം ദുരവച്ഛതൈഹി. ശ്ലോകം 28. പടാ ആവേദയാശ്ചക്രു രാജംസ്തേ ദുഃഖിദുർവയം വിചേഷ്ടിതം ലക്ഷയാമാ കന്യായ കുലദൂഷണം. പടാ ആവേദയാ ചക്രു രാജൻ തേ ദുഃഖിതർ ഭയം. രാജൻ, ഹേ രാജാവേ, കന്യകയായിരിക്കുന്ന തേ ദുഃഖിദുഹു അങ്ങയുടെ പുത്രിയുടെ കുലദൂഷിതം കുലത്തെ ദുഷിപ്പിക്കുന്നതായ വിചേഷ്ടിതം വ്യാപാരത്തെ ഭയം ഞങ്ങൾ ലക്ഷയാമ കാണുന്നുണ്ട്. ഇവിടെ ഉഷ ഇപ്പോൾ കുലം നശിപ്പിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുന്നതായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഭടാഹ ഭടന്മാർ ആവേദയാശ്ചക്രു രാജാവിനെ അറിയിച്ചു. ഉഷ രഹസ്യമായിട്ട് ആരുമായിട്ട് താമസിക്കുകയാണെന്നുള്ളത് കാവൽ ഭടന്മാർ രാജാവിനെ അറിയിച്ചു. പടാവേദയാശ്ചക്രു രാജംസ്തേ ദുഃഖിതിർഭയം വിചേഷ്ടിതം ലക്ഷയാമ കന്യായ കുലദൂഷണം. ശ്ലോകം 29. അനപായീഭിർ അസ്മാഭിർ ഗുപ്തയാശ്ച ഗൃഹേ പ്രഭോ കന്യായ ദൂഷണം പുംഭിർ ദുഷ്പ്രേക്ഷായ ന വിദ്മഹേ. അനപായിഭിഃ അസ്മാഭിഃ ഗുപ്തയാഃ ച ഗൃഹേ പ്രഭുവായുള്ളവനെ അനപായിഭിഃ എങ്ങും പോകാതെ ഇരിക്കുന്ന അസ്മാഭി ഞങ്ങളാൽ ഗൃഹത്തിൽ ഗുപ്തായ ഒളിച്ചു താമസിപ്പിക്കുന്നവളും പുംഭി പുരുഷന്മാരാൽ ദുഷ്പ്രേഷായ കാണപ്പെടാൻ കഴിയാത്തവളുമായ കന്യകയുടെ ദൂഷണത്തെ ഭയം ഞങ്ങൾ നവിദ്മഹേ അറിയുന്നില്ല. അപ്പോ ഭടന്മാരെന്ന് പറഞ്ഞ് ഞങ്ങൾ കുറ്റക്കാരൊന്നുമല്ല, അന്തപുരത്തിൽ നിന്ന് ഞങ്ങൾ ഒരിടത്തും പോയിട്ടില്ല, പുരുഷന്മാർക്ക് കന്യയെ കാണാൻ ഒരു വിധത്തിലും ഞങ്ങൾ അനുവദിക്കുകയില്ല. ആ വിധം ഞങ്ങൾ അന്തപുരത്തിൽ രക്ഷിച്ചുകൊണ്ടിരുന്ന കന്യകയ്ക്ക് കുലദൂഷണമായ പ്രവൃത്തി ചെയ്യാൻ ഏതുവിധം സാധിച്ചുവെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല. അനപായിഭി അസ്മാഭിർ ഗുപ്തായാശ്ച ഗൃഹേ പ്രഭോ കന്യായ ദൂഷണം പുംഭിർ ദുഷ്പ്രേക്ഷായ ന വിദ്മഹേ. ശ്ലോകം 30. തഥാ പ്രവ്യഥിതോ ബാണോ ദുഹിതു ശ്രുത ദൂഷണഃ ത്വരിത കന്യാകാരം പ്രാപ്തോ ദ്രാക്ഷി യദുദ്വഹം. തതഃ അനന്തരം പ്രവ്യഥിത ഏറ്റവും ദുഃഖിതനായ ബാണൻ ദുഹിതുഹു പുത്രിയുടെ ക്ഷുതദൂഷിത ദൂഷണഃ ദൂഷണത്തെ കേട്ടവനായി ത്വരിത ബന്ധപ്പെട്ട് കന്യകയുടെ അന്തപുരത്തിൽ പ്രാപിച്ചവനായി യദുദ്വഹം അനിരുദ്ധനെ അദ്രാക്ഷിത് കണ്ടു. അപ്പോൾ ബാണ ഇതറിഞ്ഞതും ഓടി ഉഷയുടെ മുറിയിൽ ഓടിപ്പോയി. ഉഷ താമസിക്കുന്ന മുറിയിൽ വേഗം പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ അനിരുദ്ധൻ ഇരിക്കുന്നത് കണ്ടു. യദുശ്രേഷ്ഠനായ അനിരുദ്ധനെ അവിടെ കണ്ടു. തഥാ പ്രവ്യഥിതോ ബാണോ ദുഹിതുശ്രുത ദൂഷണ ത്വരിത കന്യകാകാരം പ്രാപ്തോ ദ്രാക്ഷി യദുദ്വഹം. ശ്ലോകം 31. കാമാത്മജം തം ഭുവനൈക സുന്ദരം ശ്യാമം വിശങ്കാംബരമംബുജേക്ഷണം ബൃഹദ്ഭുജം കുന്തളദിശ സ്മിതാവലോകേന ച മണ്ഡിതാനനം. ശ്ലോകം 32 കൂടെ. ദിവ്യന്തം അക്ഷൈപ്രിയായാഭിർ നൃമ്ണയ തദംഗസംഗ സ്തന കുങ്കുമശ്രജം ബാഹോർ ദധാനം മധുമല്ലികാശ്രിതാം തസ്യാഗ്രാസീനം അപേക്ഷ്യ വിസ്മിതഃ. അപ്പൊ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കാമാത്മജം തം ഭുവനൈക സുന്ദരൻ. ഭുവനത്തിൽ വെച്ച് ലോകത്തിൽ വെച്ച് ഏറ്റവും സുന്ദരനും ശ്യാമം കറുത്ത നിറമുള്ളവനും പിശങ്ക ആംബരം മഞ്ഞ വസ്ത്രം ധരിച്ചവനും അംബുജേക്ഷണം താമരപ്പൂ പോലുള്ള കണ്ണുകളോടുകൂടിയവനും കുണ്ടളത്തിഷ കുണ്ടലങ്ങളുടെയും ആ തലമുടിയുടെയും കാന്തി സ്മിത അവലോക മന്ദഹാസത്തോടുകൂടിയുള്ള നോട്ടം
മണ്ഡിതാനനം അലങ്കൃതമായ തിരുമുഖം, അഭിനിർമ്മണ സർവ അംഗമംഗളമായി ഇരിക്കുന്ന പ്രിയയോടുകൂടി, അക്ഷൈകി പകിട കൊണ്ട് ദിവ്യന്തം ചൂത് കളിക്കുന്നവനും, മധുമല്ലികാശ്രിതം വസന്തകാലത്തുണ്ടാകുന്ന മല്ലികയാൽ കെട്ടപ്പെട്ടതും മല്ലികപ്പൂക്കൾ കൊണ്ട് കെട്ടിയ ഹാരം ഇട്ടിട്ടുണ്ട്. തദംഗസംഗസ്തന കുങ്കുമസ്രജം അവളുടെ അംഗസംഗം നിമിത്തം സ്തനകുങ്കുമത്തോടു കൂടിയതായ മാല. അപ്പൊ അവളെ ആലിങ്ങനെയൊക്കെ ചെയ്ത് ആയിട്ടിരിക്കുന്ന മാലയിൽ അവളുടെ കുജത്തിലെ കുങ്കുമം പറ്റിയിട്ടുണ്ട്. ബാഹു കൈകളുടെ മധ്യത്തിൽ ദധാനം ധരിച്ചവനും, തസ്യാഗ്രി അവളുടെ മുൻപിൽ ആസീനം ഇരിക്കുന്നവനുമായ തം കാമാത്മജം ആ മന്മഥപുത്രനെ അപേക്ഷ കണ്ടിട്ട് വിസ്മിത ആശ്ചര്യമുള്ളവനായി ഭവിച്ചു. അപ്പോ ബാണൻ വന്ന് നോക്കിയപ്പോ നല്ല സുന്ദരൻ, മഞ്ഞപ്പട്ടുടുത്ത് ശ്യാമ നിറം, എന്നിട്ട് നല്ല കുണ്ടളങ്ങളും നല്ല തലമുടിയെ നല്ല അലങ്കരിച്ച മുഖത്തോടുകൂടി മാലയൊക്കെ ധരിച്ച്, മല്ലികപ്പൂ മാലയൊക്കെ ധരിച്ച്, ഉഷയോടുകൂടി രമിച്ചതിന്റെ അടയാളം ആ പൂവില് കുങ്കുമമൊക്കെ പുരണ്ടിട്ടുണ്ട്. പകിട കളിക്കുകയായിരുന്നു, ഉഷയോട് നിന്ന് പകിട കളിക്കുകയായിരുന്നു. ബാണന് ആശ്ചര്യമായി. കാമാത്മജം ദംഭുവനൈക സുന്ദരം ശ്യാമം വിശങ്കാംബരമംബുജേക്ഷണം ബൃഹദ്ഭുജം കുണ്ടല കുന്തളദ്വിഷ സ്മിതാവലോകേന ച മണ്ഡിതാനനം ദിവ്യന്തമക്ഷൈപ്രിയായ അഭിനിർണയ തദംഗസംഗസ്തന കുങ്കുമശ്രജം ബാഹൂർദധാനം മധുമല്ലികാശ്രിത തസ്യാഗ്രാസീനം അപേക്ഷ വിസ്മിത. ശ്ലോകം 33. സതം പ്രവിഷ്ടം മൃതമാതതായി പടൈരനീകൈരവലോക്യ മാധവ ഉദ്യമമൗർവം പരികം വ്യവസ്ഥിതോ യഥാന്തഗോദണ്ഡതരോ ജിഘാംസയാം. സതം പ്രവിഷ്ടം വൃതം ആതതായിഭിഹി ശസ്ത്രങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട ഭടന്മാരാലും, ബാണൻ പെട്ടെന്ന് ഭടന്മാരെല്ലാരും ഉണ്ട് അസ്ത്രങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ച്, ആനീകൈ സൈന്യങ്ങളാലും വൃതം ചുറ്റപ്പെട്ടവനും, പ്രവേശിച്ചവനുമായ തം അവനെ, സഹമാധവ ആ മധുകുലോത്പന്നൻ അതായത് മാധവന്റെ മകനായ അനിരുദ്ധൻ അവലോക്യ കണ്ടിട്ട്, മൗർവം ഇരുമ്പ് അതായത് മുരു എന്ന ലോഹം കൊണ്ടുണ്ടാക്കിയ പരിക ഉലക്ക ഉദ്യമ ഉയർത്തിയിട്ട്, ജിഗാംസയ അവനെ കൊല്ലാൻ ആഗ്രഹിച്ച്, ദണ്ഡത്തെ ധരിച്ചിരിക്കുന്ന അന്തകായത അന്തകൻ എന്ന പോലെ വ്യവസ്ഥിത ഉറച്ചു നിന്നു. സത്തം പ്രവിഷ്ടം മൃതമാതതായിഭി പടൈരനീകൈരവലോക്യ മാധവ ഉദ്യമൗർവം പരികം വ്യവസ്ഥിതോ യഥാന്തഗോദണ്ഡതരോ ജിഗാംസയാ. അപ്പോ ബാണന്റെ ഭടന്മാരെല്ലാം ശസ്ത്രങ്ങൾ ഉയർത്തിപ്പിടിച്ച് അനിരുദ്ധനെ കൊല്ലാനായിട്ട് പോയപ്പോൾ അനിരുദ്ധൻ എന്ത് ചെയ്തു? ഒരു ഇരുമ്പോലൊക്കെ എടുത്ത് പിടിച്ച് എല്ലാവരെയും എതിർത്തു. സതം പ്രവിഷ്ടം മൃതമാതതായിഭിർ പടൈരനീകൈരവലോക്യ മാധവ ഉദ്യമൗർവം പരികം വ്യവസ്ഥിതോ യഥാന്തഗോദണ്ഡതരോ ജിഘാംസയാം. ശ്ലോകം 34. ജിഗൃക്ഷയാ താൻ പ്രസർപ്പത ശുനോ യഥാ സൂകരയൂഥപോഹനത് തേഹന്യമാന ഭവനാദ്വിനിർഗത നിർഭിൻ മൂർധോരു ഭുജാ പ്രതിദ്രുവോ. ജിഗൃക്ഷയാ താൻ പരിതഹ പ്രസർപ്പിത ജിഗൃക്ഷത പിടിക്കാനായിക്കൊണ്ട് പരിതഹ 4 ഭാഗത്തും പ്രസർപ്പത ഓടുന്ന താൻ അവരെ സൂകരയൂതവ പന്നിക്കൂട്ടത്തിന്റെ അധിപൻ ശുനഹ യഥ പട്ടികളെ എന്ന പോലെ പന്നിക്കൂട്ടത്തിന്റെ അധിപൻ പട്ടികളെ എങ്ങനെയാണോ അടിക്കുന്നത്, അതായത് പന്നിക്കൂട്ടത്തിലെ നാഥനായ പന്നി നായ്ക്കളെ ആക്രമിക്കാൻ വരുമ്പോൾ അവയെ എങ്ങനെയാണോ ഓട്ടിക്കുന്നത്,
അല്ലെങ്കിൽ അവയെ കൊല്ലുന്നത്. ശാക്കള എന്ന പോലെ അഹനത് അവരെ കൊന്നു. അപ്പൊ തന്നെ പിടിക്കാൻ വന്ന 4 ഭാഗത്ത് വന്നവരെ ഇരുമ്പോലൊക്കെ കൊണ്ട് എല്ലാവരെയും അടിച്ചു കൊന്നു. തേ അവർ നിർപ്പിന്ന മൂർത്ത ഊരു ഭുജ, മുറിക്കപ്പെട്ട തലകളും തുടകളും, തുട, ഭുജ കൈകളും കൂടിയവരായി ഭവനങ്ങളിൽ നിന്ന് വിനിർഗത പുറത്തേക്ക് പോയി. ജിഗൃക്ഷയാതാൻ പരിതപ്രസർപ്പത ശിനോയതാ സൂകരയൂതപോഹന ദേഹന്യമാന ഭവനാത് വിനിർഗത നിർഭിന്ന മൂർധോരു ഭുജാപ്രതുദ്രുവോ. ശ്ലോകം 35. തന്നാകപാശൈർ ബലിനന്ദനോ ബലി ഘ്നന്ദസൈന്യം കുപിതോപബന്ധഃ ഉഷാഭൃശം ശോകവിഷാദവിഹുല ബദ്ധം നിശമ്യാശ്രു കലാക്ഷ അരൗദിഷീത്. തം നാഗപാശൈർ ബലിനന്ദനഃ ബലി ഘ്നന്ദം സ്വസൈന്യം കുപിതഃ ബബന്ധഃ. സ്വസൈന്യം തന്റെ സൈന്യത്തെ ഘ്നന്ദം നശിപ്പിക്കുന്ന തം അവനെ, അതായത് അനിരുദ്ധൻ എന്ത് ചെയ്തു? ഒലക്കെ എടുത്ത് എല്ലാരെയും അടിച്ച് കൊല്ലുകയാണ്. അപ്പൊ തന്റെ സൈന്യത്തെ മുഴുവൻ നശിപ്പിക്കുന്ന അവനെ കുപിതക കോപിച്ചവനും ബലവാനുമായ ബലിനന്ദന ബാണൻ നാഗപാശം കൊണ്ട് കെട്ടി. നിശമ്യ കണ്ടിട്ട് ബന്ധിക്കപ്പെട്ടിട്ട് നാഗപാശം കൊണ്ട് ബന്ധിച്ചു. ബന്ധം ബന്ധിക്കപ്പെട്ടവനെ നിശമ്യ കണ്ടിട്ട് വൃഷം ഏറ്റവും ശോകവിഷാദ വിഹ്വല, ദുഃഖത്താലും വിഷാദത്താലും പരവശയായിരിക്കുന്ന ഉഷ അശ്രു കലാക്ഷി, അതായത് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് അരൗദിഷീത് കരഞ്ഞു. അപ്പൊ തന്റെ സൈന്യത്തെ നശിപ്പിക്കുന്ന അനിരുദ്ധനെ നാഗപാശം കൊണ്ട് ബാണൻ വരിഞ്ഞു മുറുകെട്ടി. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഉഷയ്ക്ക് സങ്കടമായി. ഉഷ കരഞ്ഞുകൊണ്ട് ഉറക്കെ കരഞ്ഞു. ഇനി ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ ഉത്തരാർത്ഥേ അനിരുദ്ധ ബന്ധോ നാമ ദ്വിഷഷ്ടി തമോധ്യായ. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.